നമ്മുടെ വീടിൻ്റെ മുക്കിലും മൂലയിലും പോലുമുള്ള അഴുക്കും പൊടികളുമെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൃത്തിയാക്കിയെടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കൈ എത്താത്ത ഭാഗങ്ങളിൽ പോലുമുള്ള പൊടികൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും. ഞാൻ ഇതിനു വേണ്ടി ഇതുപോലുള്ള പഴയ ഒരു ലെഗിനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു കാലിൻ്റെ സൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് പകുതി മാത്രമേ കട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സൈഡ് കൂടി ഇങ്ങനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. കാലിൻ്റെ അങ്ങേയറ്റം വരെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലുള്ള ക്ലോത്തൊക്കെ നമുക്ക് നൂലൊന്നും വലിഞ്ഞു പോകാതെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കാലിൻ്റെ സൈഡ് മുഴുവനായി നമ്മൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത കാലിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കണം. ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒഴിവാക്കി വേണം മുറിച്ചെടുക്കാൻ. അങ്ങേയറ്റം വരെ മുറിച്ചെടുക്കരുത്, കുറച്ച് ഭാഗം നിർത്തി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഒരു തോരണം പോലെ കട്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് നല്ല നീളമുള്ള ഒരു സ്റ്റിക്കാണ്. ഞാൻ പഴയ ഒരു ചുക്കിലിക്കമ്പാണ് എടുത്തിരിക്കുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഗിൻ്റെ വീതിയുള്ള സൈഡ് മുതൽ വേണം നമ്മൾ ചുറ്റി കൊടുക്കാൻ. നമ്മൾ ഈ അറ്റത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പീസ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനി ഈ ചുക്കിലിക്കമ്പിൻ്റെ ഈ ഹോളിൽ കൂടെ കടത്തി വിടുക. ലെഗിൻ്റെ ഈ കാല് 2 ലെയറായിട്ടല്ലേ ഇരിക്കുന്നത്. ഈ 2 ലെയറിൽ നിന്നും ഓരോ പീസ് ഈ ഹോളിൽ കൂടി കടത്തിവിട്ട് രണ്ടും കൂടി നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഈ കെട്ടിൻ്റെ സൈഡ് ഈ ഹോളിനുള്ളിലേക്ക് കയറ്റി വെക്കുക. ഇനി ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ചുറ്റാതെ കമ്പിൻ്റെ മുകളിലോട്ട് വേണം ചുറ്റി കൊടുക്കാൻ. ഇടയ്ക്ക് ഗ്യാപ്പ് വരാത്ത രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് വേണം ചുറ്റി കൊടുക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം. നല്ല നല്ല കമൻസുകളിലും മറ്റും നിങ്ങൾ ഇതുവരെ ചെയ്തു തന്ന എല്ലാവിധ സപ്പോർട്ടുകൾക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും ഇതുപോലെ നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മുഴുവനായും ചുറ്റി കൊടുത്ത ശേഷം ഒരു ചരട് കൊണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. ലെഗിൻ്റെ ഒരു കാല് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്തിനെല്ലാം ഉപയോഗിക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതുകൊണ്ട് പലർക്കും അറിയാത്ത ഒരുപാട് ക്ലീനിങ് ടിപ്സുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം വീട്ടിലുണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ ഉപകാരമാവും. നമ്മുടെ വീടിൻ്റെ കൈ എത്താത്ത ഭാഗങ്ങളിൽ പോലുമുള്ള ചുക്കിലികളും മറ്റും നമുക്ക് ഇതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. ഇങ്ങനെ ബനിയൻ ക്ലോത്ത് കൊണ്ട് ചുക്കിലി മാറ്റിയെടുക്കുമ്പോൾ ഭിത്തിയിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്ക് മുഴുവനായും തുടച്ച പോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ വളരെ ഉയരത്തിലുള്ള പർഗോളയിലെ പൊടികൾ പോലും നമുക്ക് ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളും സൈഡിലുള്ള പൊടികളുമെല്ലാം വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്നും നനച്ചു കൊടുത്ത ശേഷം ഇങ്ങനെ തുടച്ചെടുത്താൽ ഗ്ലാസ്സൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. ഇതിനൊട്ടും വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ ഉയരങ്ങളിലുള്ളത് പോലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ലെഗിൻ്റെ ഒരു കാല് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തത്. ലെഗിൻ ഫുള്ളായിട്ട് നമ്മൾ എടുത്താൽ ഇത് നനച്ചെടുക്കുമ്പോൾ ഇതിനൊരു വെയിറ്റ് വരും. അപ്പം നമുക്ക് വളരെ ഹൈറ്റിലുള്ളത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ചൂല് കിടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള തറ പറ്റി കിടക്കുന്ന സോഫയുടെ അടിയിലുള്ള പൊടികൾ പോലും നമുക്ക് ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. നമ്മൾ സാധാരണ തറയൊക്കെ തൂക്കുമ്പോൾ പൊടികളെല്ലാം സോഫയുടെ അടിയിലേക്ക് പറന്നു പോകും. അതൊക്കെ നമുക്ക് ചൂലുകൊണ്ട് തൂത്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സോഫ വലിച്ചു മാറ്റിയ ശേഷം വേണം തൂത്ത് കൊടുക്കാൻ. അതൊന്നും എന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നമുക്ക് സോഫയുടെ അടിഭാഗത്തുള്ള പൊടികൾ മാത്രമല്ല ചുക്കിലി പോലും ഇങ്ങനെ മാറ്റിയെടുത്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഫ്രിഡ്ജിനടിയിലുള്ള പൊടികളുമെല്ലാം തൂത്തുമാറ്റി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അലമാരയുടെ സൈഡ് അങ്ങനെ ചൂല് കിടക്കാൻ പാടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യാനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് നീരൊഴിക്കുക. ചെറിയ നാരങ്ങയാണെങ്കിൽ മുഴുവനായും പിഴിഞ്ഞൊഴിക്കുക. ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ പകുതി മാത്രം പിഴിഞ്ഞൊഴിച്ചത്. ഇനിയും വേണ്ടത് കർപ്പൂരമാണ്. പല്ലിയുടെയും മറ്റ് ചെറു പ്രാണികളുടെയും ഒക്കെ ശല്യം മാറുന്നതിന് ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ കൈകൊണ്ടൊന്ന് പൊടിച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ വീടിനുള്ളിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും ഇത് സഹായിക്കുന്നു. നല്ലതുപോലെ പൊടിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനിയും വേണ്ടത് വിനാഗിറാണ്. 1 സ്പൂൺ വിനാഗിർ കൂടി ചേർത്ത് കൊടുക്കുക. ആപ്പിൾ സിഡർ വിനാഗിർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സൊല്യൂഷൻ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡൈനിങ് ടേബിളിൻ്റെ എത്ര പുള്ളിയും പാടും ഒക്കെ പിടിച്ചിരിക്കുന്ന ഗ്ലാസ് ആയാലും നമുക്കിതുകൊണ്ട് വെട്ടിത്തിളങ്ങുന്നതാക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷൻ ഈ ഗ്ലാസ്സിന് മുകളിലേക്ക് അല്പം ഒന്ന് തളിച്ചു കൊടുക്കുക. ഗ്ലാസിൻ്റെ എല്ലാ സൈഡിലും വീഴുന്നത് പോലെ വേണം തളിച്ചു കൊടുക്കാൻ.
ഇനിയും വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ്. ഇതൊന്ന് ചുരുട്ടി പിടിച്ച ശേഷം ഈ ടേബിളിന് മുകളിലായി നല്ലതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇതിൽ കർപ്പൂരവും വിനാഗിരിയും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈച്ചയുടെയും പല്ലിയുടെയും മറ്റ് ചെറു പ്രാണികളുടെ ഒന്നും ശല്യം ഈ ഡൈനിങ് ടേബിളിൽ ഉണ്ടാവില്ല. ഇങ്ങനെ ന്യൂസ് പേപ്പർ കൊണ്ട് നല്ലതുപോലെ ഉരച്ചെടുത്ത ശേഷം മറ്റൊരു ന്യൂസ് പേപ്പർ കൊണ്ട് ഈ വെള്ളം ഒന്ന് തുടച്ചു മാറ്റുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ടേബിളിൻ്റെ ഗ്ലാസ് എത്രമാത്രം വെട്ടിത്തിളങ്ങിയിട്ടുണ്ടെന്ന്. നമ്മുടെ മുഖം കാണാൻ പറ്റും, അതുപോലെ ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാ കണ്ണാടികളും നമുക്ക് ഇതുകൊണ്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. സൊല്യൂഷനിൽ മുക്കിയ ന്യൂസ് പേപ്പർ കൊണ്ട് തുടച്ചെടുത്ത ശേഷം മറ്റൊരു ന്യൂസ് പേപ്പർ കൊണ്ട് വെള്ളം തുടച്ചു മാറ്റണം. നോക്കൂ, മിററൊക്കെ എത്രമാത്രം വെട്ടിത്തിളങ്ങിയിട്ടുണ്ടെന്ന്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോപ്പ് ഈ സൊല്യൂഷനിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇത് അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. മോപ്പിൻ്റെ എല്ലാ സൈഡും ഈ സൊല്യൂഷനിൽ നല്ലതുപോലെ മുക്കിയെടുത്ത ശേഷം കൂടുതലായിട്ടുള്ള വെള്ളം ഒന്ന് ഞെക്കി പിഴിഞ്ഞു മാറ്റുക. ഇതുകൊണ്ട് നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ജനൽ ഗ്ലാസുകളും നല്ല ക്ലിയർ ആയിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. നോക്കൂ, ഇതിൻ്റെ സൈഡിലുള്ള പൊടികൾ പോലും നമുക്കിതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. നമ്മൾ സാധാരണയായി ചെയ്യുമ്പോൾ ആദ്യം ജനലിലെ പൊടികൾ തൂക്കണം, പിന്നീട് തുണി നനച്ചു കൊടുത്ത് തുടയ്ക്കണം. ഇതൊന്നും വേണ്ട. ഇങ്ങനെ സൊല്യൂഷനിൽ ഒന്ന് മുക്കി പിഴിഞ്ഞെടുത്ത ശേഷം ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. ജനലിലെ പൊടികളെല്ലാം മാറി പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഗുണം അലർജി പ്രശ്നമുള്ളവർക്ക് പൊടി അടിക്കാതെ തന്നെ എല്ലായിടവും ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ജനൽപ്പാളി തുറന്ന് ഇതിൻ്റെ അകവും പുറവും എല്ലാം ഇങ്ങനെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. എത്ര ഉയരത്തിലുള്ള ജനൽ പോലും നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഗ്ലാസ്സിലെ മാത്രമല്ല, ജനൽ കമ്പിയിലെ പൊടികളുമെല്ലാം നമുക്ക് ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാം. ഇതുപോലെ ഭിത്തിയിലും ഡോറിലും ഒക്കെയുള്ള മാറാലകളെല്ലാം മാറ്റി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പൊടി ചുറ്റും പറക്കാതെ തന്നെ എല്ലാം ഈ മോപ്പിൽ തന്നെ പറ്റിപ്പിടിച്ചിരുന്നോളും. ഇങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എത്ര പൊടി പിടിച്ച ജനലും നമുക്ക് ഇങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള കാർപ്പറ്റുകളുമെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാം. ഒരു വാക്യൂം ക്ലീനറിൻ്റെയും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് സൊല്യൂഷനിൽ മോപ്പൊന്ന് മുക്കി കൊടുത്ത ശേഷം വെള്ളം പിഴിഞ്ഞ് മാറ്റിയ ശേഷം വേണം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ. നമുക്ക് ഇതുകൊണ്ട് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നോക്കൂ, സോഫയുടെ അടിവശമൊക്കെ എത്ര ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന്. മാത്രമല്ല, നമുക്കിതുകൊണ്ട് നമ്മുടെ ജനലിലും മറ്റുമുള്ള ബ്ലൈൻഡുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ വാക്യൂം ക്ലീനർ ഉണ്ടാവില്ലല്ലോ. ഈ മോപ്പ് ഒന്ന് നനച്ചു കൊടുത്ത ശേഷം പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ ഒന്ന് തൂത്തെടുത്താൽ മാത്രം മതി. ബ്ലൈൻഡിലുള്ള പൊടികളൊക്കെ മാറി നല്ല ക്ലീനായി തന്നെ കിട്ടും. ബ്ലൈൻഡിലുള്ള പൊടികളെല്ലാം തന്നെ ഈ മോപ്പിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.